അത്തനാളിൽ ഒരു അച്ചാർ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തൊട്ട് തുടങ്ങുവാണല്ലോ ഓണത്തിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടാണ് തുടക്കം. സാധാരണ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു മാങ്ങാച്ചാറാണ് കേട്ടോ. അപ്പോൾ നല്ല മൂത്ത 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല മൂത്ത മാങ്ങ വേണേ, അതായത് ഇച്ചിരി ചനച്ച പോലെ ഇല്ലേ, അധികം ചനച്ചതല്ല, ഇച്ചിരി ചനച്ച പോലത്തെ മാങ്ങ കേട്ടോ. അങ്ങനത്തെ മാങ്ങ എടുത്തിട്ട് ഇതുപോലെ തൊലിയൊന്നും കളയുന്നില്ല, ഇതുപോലെ എടുത്ത് ചെറിയ അത്യാവശ്യം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റണേ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയില്ലായിരിക്കും ഈ അച്ചാർ, കാരണം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. നമ്മളിതിനകത്ത് കടുകെണ്ണ ഉപയോഗിക്കുന്നത്. കടുകെണ്ണ ബുദ്ധിമുട്ടുള്ളവർ നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി, അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കടുകെണ്ണയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല വെറൈറ്റിയാണ് കേട്ടോ. എന്നും നമ്മൾ സാധാരണ മാങ്ങാച്ചാറല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക്, നല്ല വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാ മാങ്ങയും 3 മാങ്ങയും ഇതുപോലെ നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് പീസുകളാക്കണം. ഭയങ്കര എളുപ്പം ഉണ്ടാക്കാനായിട്ടേ, അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാനൊന്നും നിൽക്കേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതാണേ പിന്നെ ഒരു ഗുണം എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് ചീത്തയാവത്തേ ഇല്ല, എത്ര നാൾ വേണേലും ഇരുന്നോളുവേ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കണ്ട് ഈ ഒരു വലിപ്പത്തിൽ ആണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതുപോലെ കഷ്ണമാക്കി അങ്ങനെ മുറിച്ച് ഫുള്ളായിട്ട് മുറിച്ച് വെക്കണം. എത്ര മാസങ്ങൾ ഇരുന്നോളും കേട്ടോ. കടുകെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ മാസങ്ങളോളം ഇരുന്നോളും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഈ നോർത്ത് ഇന്ത്യൻ അച്ചാർ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ എക്സിബിഷൻസിലൊക്കെ പോകുമ്പം കാണാം, നല്ല നല്ല എന്താ പറയുക, കഴിക്കാൻ തോന്നുന്ന പോലെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ. അത് അങ്ങനെ അലുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഈ അരിഞ്ഞു വെച്ച മാങ്ങയിലിട്ട് കുറച്ച് ഉപ്പ് കല്ലുണ്ടെങ്കിൽ ഉപ്പ് കല്ലിടുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. രണ്ടും കൂടെ കൂട്ടി തിരുമ്മി ഒരു 2 മണിക്കൂർ അങ്ങ് വെക്കണം. 2 മണിക്കൂർ രാവിലെ അരിഞ്ഞ് വെച്ചാൽ ഉച്ചയാകുമ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തങ്ങ് വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം കുറേ ഊറ്റിപ്പോവും. ഇനി നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ, ഇപ്പം മഴയല്ലേ, വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇതൊന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുവാണെങ്കിൽ കുറേ നാൾ ഒരു വർഷമൊക്കെ കേടുകൂടാണ്ട് ഇരിക്കും കേട്ടോ. അതിൻ്റെ വെള്ളമായി എല്ലാം പോയിട്ടങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ. ഇതിപ്പം ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, മഴയായതുകൊണ്ട് ജസ്റ്റ് വെള്ളം ഊറ്റി കളയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഇളക്കി അങ്ങ് വെച്ചേക്കുക. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം ഊറി വരും. ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമേ. അല്ലെങ്കിൽ ഒത്തിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ല പുളിയായിരിക്കില്ല. അപ്പോൾ ഈ വെള്ളം അങ്ങ് പോയി കഴിയുമ്പം കുറേ പുളിയൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഇനി അതിന് പറ്റിയൊരു മസാല ഉണ്ടാക്കണം. ആ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഓരോന്ന് ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. കൂടുതലായിട്ട് വേണ്ടത് കടുകും ഉലുവയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കടുക് ഇട്ടു. എണ്ണയൊന്നും ഒഴിക്കാതെയാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തീ കത്തിക്കാം നമുക്ക്. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് ആദ്യം കടുക് ഇട്ടു, പിന്നെ ഉലുവ ഇട്ടു, ജീരകം ഇട്ടു. ഇത് പെരിഞ്ജീരകവും നല്ല ജീരകവുമാണേ. പെരിഞ്ജീരകം കൂടുതലാണ്. പെരിഞ്ജീരകം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉലുവ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കടുകും ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മറ്റേ നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം ഒരു ടേബിൾ സ്പൂണേ ഉള്ളേ. 1 ടേബിൾ സ്പൂൺ തന്നെ നിറച്ചില്ല, കുറച്ച് കുറവ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനം കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. നമ്മളിപ്പോൾ 3 മാങ്ങ എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ 5 സ്പൂണോളം, ടേബിൾ സ്പൂണല്ല, 5 ടീസ്പൂണും അല്ല കേട്ടോ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള, അതായത് ഒരു 3-3.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തത് അജ്വൈനാണ്. അജ്വൈനും ചേർത്തു, കരിഞ്ജീരകവും ചേർത്തു. ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന എണ്ണയാണ് കടുകെണ്ണ. കടുകെണ്ണ ഞാൻ ഒരുപാട് ഒഴിക്കുന്നില്ല, 1 ടേബിൾ സ്പൂൺ കടുകെണ്ണയും ബാക്കി നല്ലെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും ചേർത്തു. ഇത്രയും ചേർത്തിട്ടാണ് ഇതിനകത്തോട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. കടുകെണ്ണ തന്നെ ഇഷ്ടമുള്ളവർക്ക് കടുകെണ്ണ തന്നെ ഉപയോഗിക്കാം. ഇനി കടുകെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നല്ലെണ്ണയും ഉപയോഗിക്കാവുന്നതുള്ളേ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആ സമയം കൊണ്ട് നമ്മുടെ മാങ്ങ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ളം ഊറ്റി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഊറ്റിയെടുക്കണം. കോരി മാറ്റുമോ അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കുമോ എങ്ങനെ വേണേ ആവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ വെയിലത്ത് വെക്കാം കേട്ടോ. വെയിലുണ്ടെങ്കിൽ, നല്ല വെയിലുണ്ടെങ്കിൽ, ഒരു വെയിൽ കൊള്ളുവാണെങ്കിൽ നമുക്ക് ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരുന്നോളും കേട്ടോ. പിന്നെയും വെള്ളം വറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ. വർഷങ്ങൾ ഇരിക്കും കേട്ടോ വെള്ളം വറ്റിച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ. ഇനി ആ മാങ്ങയിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ചേർക്കുവാണ്.
എല്ലാത്തിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അളവുകളൊക്കെ കറക്റ്റായിട്ട്. 3 മാങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോ മിച്ചം ഉണ്ടാവും. 1.5 കിലോകളുണ്ടായിരുന്നു. 3 വലിയ മാങ്ങയായിരുന്നു. ആ അളവനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റിയും കുറച്ചും കൂട്ടിയൊക്കെ ഉപയോഗിച്ചോളൂ കേട്ടോ. മെയിനായിട്ട് ഉലുവയും കടുകുമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മൾ എണ്ണ തിളപ്പിച്ച് വെച്ചില്ലേ, എണ്ണ തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ച് വെക്കണം. എന്നിട്ട് ആ ചൂട്, ഒത്തിരി ചൂട് വേണ്ട, തിളച്ച എണ്ണ വേണ്ട, പക്ഷേ എന്നാൽ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഇതിലേക്ക് അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് പിടിച്ചോളും. എന്നിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്തോരം വേണോ അതനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നേ ഉള്ളൂ. എരിവിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണേ. ഒന്ന് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. എല്ലാം ഈ സമയത്തൊന്ന് ടെസ്റ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി കഴിഞ്ഞു കേട്ടോ. എത്ര പെട്ടെന്നല്ലേ റെഡിയായത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള അച്ചാറുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ശർക്കര, ഒരു എന്താ പറയുക, ഒരു 1/4 ഭാഗം ശർക്കര ഉരുക്കി ചേർക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അത് പക്ഷേ ഒത്തിരി നാൾ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് നല്ല ഡ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണമല്ലോ നമുക്ക് അച്ചാറിന്. ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ പാകത്തിനാണ്. ഞാൻ 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അത് എരിവ് പാകത്തിനാണ്. ഒരുപാട് എരിവല്ല, പക്ഷേ നല്ല എരിവ് കൊണ്ട് താനും. അങ്ങനെയാണ്. മസാലയും നല്ലപോലെ ചേർത്തിട്ടുണ്ട്. മുഴുവൻ തന്നെ ചേർത്തു. 1 സ്പൂൺ മിച്ചം ഉണ്ടായിരുന്നു. ബാക്കി മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിന് ഇങ്ങനൊരു അച്ചാർ ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ അച്ചാറാണ്. വെറൈറ്റിയാണ് താനും. എല്ലാ പ്രാവശ്യവും നമ്മൾ സാധാരണ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു മാങ്ങാച്ചാർ ഇപ്രാവശ്യം. അപ്പോൾ അത്തനാളിൽ തന്നെ ഞാനത് കാണിച്ചേക്കാമെന്ന് വെച്ചതാണ്. ഇതുപോലൊരു നല്ല എയർ ടൈറ്റായിട്ടുള്ളൊരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചോളുക. എത്ര നാൾ വേണേലും ഇരുന്നോളും. വെളി വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വെളി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചോ. അപ്പോൾ ഓണമാകുമ്പോഴത്തേക്കും റെഡിയാക്കി വെക്കാവുന്നുള്ളൂ കേട്ടോ. അടുത്ത ഒരു ഓണ വിഭവമായിട്ട് ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ ബൈ.